ഹായ്, വെൽക്കം ടു ഓൾ. സിനിമാ വിശേഷങ്ങളും അവരുടെ അനുഭവങ്ങളുമാണ് ലാസ്റ്റ് ബസ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് തബാരിക് ചുരുവി എന്ന സിനിമയെക്കുറിച്ച് സംവിധായകൻ പ്രിയനന്ദനൻ നമ്മളോട് സംസാരിക്കുന്നു. തബാരിക് കുരുവി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സാധാരണ രീതിയിൽ അട്ടപ്പാടി ഉള്ള ആളുകളുടെ ഇടയിലുള്ള ഒരു നാടോടി കഥയിൽ നിന്നുള്ള ഒരു വാക്കാണത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കാണാൻ പറ്റും, ഒരു പക്ഷിയെ കാണാൻ പറ്റും. അതൊരു കാക്കയല്ല, കുയിലല്ല, അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. അപ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ആരെന്നറിയാത്ത പക്ഷി എന്നുള്ളതാണ് തബാരിക് കുരുവി എന്ന് പറയുന്ന ആ ഒരു പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ആ ഒരു മിത്ത്, അവിടെ നിലനിൽക്കുന്ന ഒരു മിത്തിലെ ഒരു നാടോടി കഥയിലെ ഒരു കഥാപാത്രമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രൈബൽസ് അല്ലെങ്കിൽ ആദിവാസികൾ അട്ടപ്പാടിയിലത്തെ മാത്രമാണെന്ന് ഞാൻ പറയില്ല. അതുപോലെ തന്നെയുള്ള അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്, അങ്ങനെ കാര്യങ്ങളിലും ഒക്കെ ഒരുപാടുണ്ട്. 10-14 വയസ്സ് കാലത്ത് ഗർഭിണിയാവുന്നുള്ള പെൺകുട്ടികൾ. അത് പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിധി പോലെയാണ്. അവർ ആ കുട്ടികളുടെ അമ്മയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം തീർന്നു പോയി എന്നുള്ളതാണ്. അവർക്ക് അതിനെ മറിച്ചൊന്നും ചെയ്യാൻ പറ്റാവുന്ന നമ്മുടെ ആധുനിക സമൂഹം പോലെ, നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരുടെ പോലെയൊന്നും അതങ്ങനെ മാറ്റി തീർത്തിട്ടോ ഇല്ലാതാക്കിയിട്ടോ ഉള്ളൊരു ജീവിതം അവർക്ക് ഉണ്ടാവില്ല. അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാനായിട്ട് പുതിയത് പറയണതൊന്നുമല്ല. നിങ്ങൾ ഗൂഗിള് തപ്പി കഴിഞ്ഞാൽ വളരെ അർത്ഥമായിട്ട് എത്രയോ ആളുകൾ, എത്രയോ പെൺകുട്ടികളുടെ അറിയപ്പെടാത്ത കഥകൾ ഇന്ന് ലോകം അറിയുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു യാത്രക്കിടയിൽ അവിടെ ഇങ്ങനെ ഒരു സമൂഹത്തിനിടയിൽ ഇങ്ങനെ ഒരു മലയുടെ മേലെ ഇങ്ങനെ ചാരായം മാറ്റിയിട്ട് ഒരു 5 കുടുംബം ഉണ്ടെന്ന് പറഞ്ഞു. അത് ട്രൈബൽസായിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള അമ്മമാർ പാർക്കുന്നൊരു സ്ഥലമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഉള്ളിൽ നിന്നൊരു തോന്നി, അവിടെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, അവരുടെ ജീവിതാവസ്ഥകളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി, ഒരു 15 വയസ്സായിട്ടുള്ളൊരു കുട്ടി ഉണ്ടെങ്കിൽ അവളെങ്ങനെ അതിനെ മറികടക്കാൻ പറ്റും? ആ കുട്ടിക്ക് മറികടക്കണം. ഇപ്പം ഇന്നേ വരെ ഇപ്പോൾ ഒരു കഥയിലോ ജീവിതത്തിലോ ഒന്നും ആരും അങ്ങനത്തെ ഒരു അവസ്ഥയെ മറികടന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളെ വെച്ചിട്ട് ആ ഒരു കുട്ടിക്ക് അതിൽ നിന്ന് മാറിയിട്ട് തൻ്റെ ശരീരവും തൻ്റെ അധികാരം, തൻ്റെ ബോഡി, അതിൻ്റെ ഉള്ളൊരു പരമാധികാരം തനിക്കാണ്, അതൊരു കുറ്റമല്ല, അതെനിക്ക് പറ്റിപ്പോയൊരു പിഴവാണ്, അതിന് തിരുത്താൻ എനിക്ക് ജീവിതമുണ്ട്, ബാക്കിയുണ്ട് എന്നുള്ളൊരു അന്വേഷണം എന്തുകൊണ്ടൊരു പെൺകുട്ടിക്ക് നടത്തിക്കൂടാ എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. അതാണ് ആ സിനിമ. ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ട് എൻ്റെ ഒരു തോന്നൽ ഭയങ്കരമായിട്ട് എനിക്ക് പണ്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനെ അഭിനയിക്കാൻ പറ്റുന്ന ഉള്ള ഒരു തോന്നൽ എനിക്ക് പണ്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലുതായി വരുന്ന ഏത് ആർട്ടിസ്റ്റായാലും ഇവരൊക്കെ തുടക്കകാലത്ത് അങ്ങനെ അസാധ്യമായിട്ടൊന്നും കാര്യങ്ങളൊന്നും ചെയ്തവരൊന്നുമല്ല. അങ്ങനെ പഠിച്ച് ക്രിയേറ്റീവായിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ഞാനിങ്ങനെ തമാശയ്ക്കാണ് എന്നാൽ പോലും അങ്ങനെ പറയാറുണ്ട്, ഈ 50 ശിവത്തിൽ അസാധ്യമായിട്ട് അഭിനയിച്ചത് കമലഹാസനോടൊപ്പം ഒരു നായയാണ്. ഈ നായ കഥ കിട്ടണോ അഭിനയിച്ചത്? അല്ല. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു ക്രിയേറ്റർ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടതിന് എങ്ങനെയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിചയസമ്പന്നത കുറവുണ്ടാവും. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പരിശീലനം കിട്ടിയ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ പോകാൻ പറ്റുമെന്ന് വരാം. പക്ഷേ ഇവർ ആ ഒരു പരിധിയിൽ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നലോ അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ അവരുടെ കഥ പറയുമ്പോൾ എന്തുകൊണ്ട് ഈ ഒരു സിനിമയെങ്കിലും, ഇപ്പം എല്ലാ സിനിമയും ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നൊന്നും ഒരു ഉറപ്പില്ല. ഈ ഒരു സിനിമ അങ്ങനെ ചെയ്യാൻ സാധ്യത വന്നപ്പോൾ ഞാനതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ നിർമ്മാതാക്കളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഈ ട്രൈബൽസിനെ മാത്രം വെച്ച് ചെയ്തിട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കൂടെ സമ്മതമാണ് കേട്ടോ. നമ്മൾ ഈ സിനിമ കഴിഞ്ഞ പിന്നെ നിർമ്മാതാവിനൊന്നൊരു വില വയ്ക്കില്ലല്ലോ, നമ്മളൊക്കെ തള്ളി പറയും, അതൊക്കെ എൻ്റെ കഴിവ് മാത്രമെന്ന് പറയും. അവരും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്കത് പറ്റുള്ളൂ. അപ്പോൾ അവർക്കത് ബോധ്യമായി. ഞാൻ പറഞ്ഞത് അവർക്ക് ബോധ്യം ചെയ്തുകൊണ്ട് പ്രിയൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് എനിക്കിത് കുറേ കൂടി ധൈര്യം വന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 1-2 പേരെ കിട്ടുമെന്നുള്ളൊക്കെ ധാരണ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെയും നമ്മളത്ര വലിയ നിസ്സാരമായിട്ട് പരിഹസിക്കാനോ കളിയാക്കാനോ ഒന്നിനും പാടില്ല. അവർക്ക് അതിൻ്റെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല,
അതിനുള്ള സാധ്യത വന്നിട്ടില്ല. അത്രമാത്രമേ ഉള്ളൂ. എല്ലാ മനുഷ്യരിലും ആർട്ടിസ്റ്റ് ഉണ്ട്, എല്ലാ മനുഷ്യർക്കും അഭിനയിക്കാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യം അത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എത്രയും പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളെ മറികടക്കുന്ന പോലെയാണ് അവർ അഭിനയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ അവരോടൊപ്പം നിൽക്കുക. കാരണം ഭയമില്ലാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന ഒരു പേടിയില്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു പുതിയ ഒരാൾ വന്നിട്ട് അഭിനയിക്കാൻ പോവുകയാണെങ്കിൽ, ഇപ്പോൾ മമ്മൂക്കയുടെ അടുത്ത് അഭിനയിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് തെറ്റൂ, പേടിക്കൂ, കുഴപ്പമാവൂ എന്നുള്ള തോന്നൽ ആദ്യമേ ഉണ്ടാവും. ഇത് പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവേണ്ട വന്നില്ല. തെറ്റണമെങ്കിൽ തെറ്റോട്ടെ, അല്ലെങ്കിൽ അത് രണ്ടാമത് എടുക്കാം നമ്മൾക്കെന്നൊക്കെയുള്ള ഒരു രീതിയിൽ സമീപിച്ച് കഴിഞ്ഞാൽ ആരും അത്ര മോശമാവില്ല എന്നുള്ളതാണ് ഈ സിനിമ തെളിയിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ പറയണതല്ലല്ലോ. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യരും പറയും. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചോളം അവർ വിൽപ്പന ചരക്കല്ല, അവർ നമുക്ക് മാർക്കറ്റ് വാല്യൂ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ എപ്പോഴും മാർക്കറ്റിൽ ചിലവാവുള്ളൂ. അല്ലാത്തൊന്ന് ആദ്യം ഇങ്ങനെ ബുദ്ധിമുട്ടിട്ട് തന്നെ വരിക. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവർക്കും നമ്മളെന്താ പറയുക, നിങ്ങളെന്തൊരു അട്ടപ്പാടിയാടോ, നിങ്ങളെന്തൊരു മോശം ജനതയാടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുഖ്യധാര പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുന്ന മനുഷ്യർക്കും കലയുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്കൊരു സിനിമ തെളിയിച്ചല്ലോ. അവരൊക്കെ തന്നെയാണല്ലോ ഇന്ത്യൻ മനോരമയിലും IFFKയിലും ഓസ്റ്റിൻ ഫെസ്റ്റിവലിലും ഒക്കെ പോയത്. ഒരുപക്ഷെ എൻ്റെ കൂടെ അവരങ്ങനെ ഗോവയിലൊക്കെ വന്നിട്ട് ഒരുപാട് സിനിമ പ്രശസ്തരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്തൊരു സിനിമയോടൊപ്പം തന്നെ ഈ കുട്ടികൾ, ഇതിൽ അഭിനയിച്ച പെൺകുട്ടികൾ ഈ ലോക സിനിമയോടൊപ്പം തന്നെ അവരുടെ സിനിമയും കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ആനന്ദം എന്ന് പറയുന്നത് ചെറുതല്ലല്ലോ. അതിലൂടെ നമ്മൾ കാണിച്ചു വെച്ച ഒരു കൈപ്പിടിക്കാൻ പറ്റിയെന്നുള്ളൊരു വലിയ ഭാഗ്യവും നമുക്ക് കിട്ടിയല്ലോ എന്നുള്ളതാണ്. ഒരു തലമുറ അതിൽ പാപ്പാത്തി എന്നാണ് അതിലെ നായികയായിട്ടുള്ള മീനാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആദ്യമായിട്ട് ഈ സിനിമ തന്നെ കാണണത്, അതിൻ്റെ കഥ മനസ്സിലാവണത് ഒരുപക്ഷെ ഈ ഫെസ്റ്റിവലിൽ ഗോവയിൽ വെച്ചിട്ടാണ് അവർ ആദ്യമായിട്ട് ഈ സിനിമ കാണുന്നത്. ഞാൻ അവരോട് കഥയൊന്നും പറയാൻ പോയിട്ടില്ല. ഇന്നതാണ് കഥ, ഇന്നതാണ് ഇതൊന്നും പറയാൻ പോയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഏത് ഭാഗം എടുക്കുന്നു ആ ഭാഗത്ത് എന്താണ് നിങ്ങൾ പെരുമാറേണ്ടതെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി എന്നുള്ളതാണ്. ബാക്കി ഒരു കഥയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഗതികേട് കൊണ്ടാണ് നമ്മൾ ആദ്യം പോയിട്ട് ആർട്ടിസ്റ്റിനോട് കഥ പറഞ്ഞ് അവരോട് ഇതൊക്കെ ആവണത് നമ്മുടെ ഗതികേടാണ്. അതൊരു സിസ്റ്റമാണ്. ഇപ്പോൾ ഇവർ അങ്ങനെ ഒരു നാളെ ഇനിയിപ്പോൾ പോയിട്ടൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരും ചോദിക്കും എന്താ കഥ എന്ന്. നമ്മളും അങ്ങനെ തന്നെയാണല്ലോ എന്ന് പറയും, നിങ്ങളുടെ കഥ എന്താണെന്ന് നമ്മളും ചോദിക്കും, എൻ്റെ റോള് എന്താണെന്ന് നമ്മളും ചോദിക്കും അതൊക്കെ. പക്ഷേ ഇവരാദ്യമായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് എന്നോട് കഥ ചോദിച്ചില്ല, ഞാനത് പറഞ്ഞില്ല. കാരണം നമ്മൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന്, നമ്മൾക്ക് 14 വയസ്സിൽ 15 വയസ്സിൽ ഗർഭിണിയായ ഒരു കുട്ടി, ആ കുട്ടിയുടെ അവസ്ഥ എന്ത് വേണം എന്നുള്ളത് ഉള്ളതാണ്. അപ്പോൾ അത് ആ ഭാഗം അവർ മനോഹരമായി ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ വിഷാദം ഉണ്ടാവും, വേദന ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അതൊക്കെ ആ കുട്ടിയുടെ കണ്ണിൽ അസാധാരണമായി നിഴലിച്ചു എന്നുള്ളത് കൂടുതൽ അവരൊന്നും അധികം ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എല്ലാ മനുഷ്യരുടെയും പറയാത്ത ഒരുപാട് കഥകൾ എവിടെയും ബാക്കിയുണ്ട്. ഇപ്പം എൻ്റെ കഥ ആരോട് പറയാന്നുള്ളതാണ് ഇപ്പം പറയണത്. ഇപ്പം എനിക്കുണ്ടല്ലോ, നമ്മൾ പുറം ലോകം അറിയാത്ത എത്രയോ കഥകൾ നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരികുവൽക്കരിക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഭൂമിയുടെ കാര്യം തന്നെ പറയാം. ഭൂമി തന്നെ അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ഇഷ്യൂസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു ജീവിത വീക്ഷണങ്ങളും നമ്മളുടെ സങ്കല്പങ്ങളും ട്രൈബൽസിൻ്റെ സങ്കല്പങ്ങളും തമ്മിൽ വല്ലാത്ത മാറ്റമുണ്ട്. അതെനിക്കും അങ്ങനെ ഫീൽ ചെയ്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിരുകളില്ലാത്ത ജനതയായിരുന്നു. നമ്മളാദ്യം തന്നെ കാണുന്നത് വേലികളുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു ട്രൈബൽസാണ്. അവർക്ക് ആകാശവും ഭൂമിയും ഒക്കെ തുല്യമാണ്, അവർ അതിരായിട്ട് കേട്ടിട്ടില്ല. പിന്നെ നമ്മളായിട്ട് പതുക്കെ പോയോട് കൂടിയിട്ടാണ് അവിടെ കുടിയേറിപ്പോയ മനുഷ്യരാണ് വേലികളാക്കിയിട്ട് തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മാറ്റം വന്നു തുടങ്ങി. അവർക്കൊരു നാളികേരം എടുത്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു പപ്പായ എടുത്തിട്ട് പൊട്ടിച്ചു കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് കളവല്ല, നമുക്കാണത് കളവ്. അവരങ്ങനെ സ്വരുക്കുട്ടി വെക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ലല്ലോ. അവരതിൻ്റെ ഉള്ളിലെ വിഭവങ്ങൾ വെച്ചിട്ട് അവിടെ ജോലി ചെയ്ത് അവിടെ പണിയെടുത്ത് അതിലൂടെ ജീവിച്ച് അങ്ങനെ ജീവിച്ച് പോകുന്നൊരു തലമുറയാണ്. അപ്പോൾ ആ വല്ലാത്തൊരു രീതികളുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ കയറോട് കൂടിയിട്ട് വേലികൾ കെട്ടുമ്പോൾ തന്നെ ഇഷ്യൂസുകൾ ഒരുപാട് കടന്നു വന്നിട്ടുണ്ട്. എല്ലാത്തിനെയും ആളുകൾ സ്വീകരിച്ച പോലെ
അവരും സ്വീകരിക്കുകയുണ്ടായി. പിന്നെ നമ്മൾ അവരെ മാറ്റി മാറ്റി മോശപ്പെട്ട ജനത എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇത് തീർത്ത് തുടങ്ങി. കാരണം നമ്മൾ കയ്യേറ്റം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. അങ്ങനെ നമുക്ക് പറഞ്ഞു തീരാൻ പറ്റാത്ത അത്ര ഒരുപാട് വേദനയുടെയും ചതിയുടെയും കഥ നമുക്കിനിയും പറയാനുണ്ടെന്നുള്ളതാണ് അവിടെ. അത് എവിടെയും ഉണ്ട് കേട്ടോ. അല്ല, ആരെ വെച്ചതും പറ്റില്ലോ. ഞാൻ പറയുന്നത് ആരാണ് ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് നമുക്ക് ആരും വെച്ച് ചെയ്യാൻ പറ്റും. ഞാൻ തയ്യാറാണ്. ഞാൻ പറയുന്നത് എനിക്ക് ഏതൊരു മനുഷ്യനെയും തന്നിട്ട് സിനിമ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. അല്ലാതെ ഇപ്പോൾ അത് പറ്റില്ല എന്നൊന്നും ഞാൻ ഇത് പറയുന്നില്ല. അപ്പോൾ ഞാൻ എത്രയാണ് ഈ സിനിമ കൊണ്ട് നമുക്ക് സ്ഥാപിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണെങ്കിൽ ഇതൊരു പക്ഷേ നമ്മൾ ഇത്രയും രീതിയിലോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിലോ അല്ലെങ്കിൽ ഒന്നും പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മളിങ്ങനെ തള്ളിക്കളഞ്ഞു പോകാൻ. അവർ ദൗത്യം പരാജയപ്പെട്ടിരുന്നെങ്കിൽ, കുട്ടികൾ മോശമാണെങ്കിൽ നമ്മൾ വേറെ ഇതിൽ പോയിരുന്നു. നമ്മളൊരു സിനിമ വെച്ചിട്ട് ലോകത്തോട്ട് പറയണത് തന്നെ. ഇനിയിപ്പോൾ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ലോകത്തോട്ട് പറയണത് നിങ്ങൾ ആരെയും ഇതിങ്ങനെ മാറ്റി നിർത്തല്ലേ, ഇങ്ങനെ പാർശ്വവൽക്കരിപ്പിച്ചിട്ട് കളയല്ലേ. എല്ലാ മനുഷ്യരിലും ആർട്ടുണ്ട്. നിങ്ങളൊന്ന് കൈപ്പിടിച്ച് കൊടുത്തു നോക്കൂ. അതിന് നിങ്ങൾ സന്നദ്ധനാണെങ്കിൽ എല്ലാ മനുഷ്യരിലും ഉണ്ട്. നമ്മൾ തള്ളിക്കളയുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ കലയുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോൾ പാട്ട് പഠിക്കണമെങ്കിൽ ഒരു കാലം വരെ എന്താ നമ്മുടെ വിചാരം, നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ പണിയെടുത്തിരുന്ന അമ്മമാർ പാട്ടുപാടിയാണ്. അവർ ഒരുപാട് പുരാണ കഥകളും ചങ്ങമ്പുഴയുടെ ഇതുകളും കവിതകളും ഒക്കെ പാടിയിരുന്ന ആൾക്കാരാണ്. പക്ഷെ അതൊരു നാടൻ പാട്ട് പാടിക്കൊണ്ട് വന്നപ്പോൾ എന്താ, കലാഭവൻ മണിയൊന്നും പോയിട്ട് ചെമ്പൈ കോളേജിൽ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. അസാധ്യമായിട്ട് പാടുന്നില്ലേ, വേറെ ഒരു താളം ഋതുവൊന്നും ഇല്ലാതെ. പക്ഷെ അത് വേറെ തരത്തിലേക്ക് മണിയായിപ്പോൾ മണി അതിനെ ഈ മുഖ്യധാരയിലേക്ക് അതിനെ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ എത്രയോ ആൾക്കാർ നമ്മൾ ഒരു ശാസ്ത്രീയ സംഗീതം പഠിക്കാത്ത മനുഷ്യന്മാർ പാടുന്നു. അങ്ങനെ ഒരു ഇത് വന്നല്ലോ എന്നുള്ളതാണ്. അപ്പം നമ്മളാരെയും അവഗണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഠിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പഠിക്കണത് നല്ല എന്ന് തന്നെയാണ് പറയണത്. പക്ഷെ നമ്മുടെ പഠിപ്പുകൾ പലപ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കണോ, കോളേജിൽ പഠിക്കണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആർട്ട് പഠിക്കണം, ഇതൊക്കെ ജോലിയാണ്. അത് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുമ്പോൾ അവൾ ടീച്ചറാവട്ടെ, അവൾ എഞ്ചിനീയർ ആവട്ടെ, അവൾ ഡോക്ടറാവട്ടെ എന്നുള്ള രീതിയിലുള്ള പഠിപ്പ് മാത്രമാണ്. അപ്പോൾ ഈ മാനുഷികത ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 2 തരം സ്കൂളുകൾ, ഇപ്പോൾ ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ മാത്രം പഠിച്ച ഒരാളാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 7ാം ക്ലാസ് വരെയൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് അതിന് ശേഷമൊന്നും സ്കൂളിൽ പോകാനൊന്നും പറ്റിയിട്ടില്ല. അത്ര ദാരിദ്ര്യമായിരുന്നു. അപ്പോൾ എൻ്റെ നാട്ടിൽ ഇങ്ങനെ എന്താ പറയുക, തനി തോന്നിവാസികളെന്ന് പറയുന്ന നാട്ടുകാർക്കൊക്കെ ഒന്നും വിലയില്ലാണ്ട് എന്നുള്ള ആൾക്കാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. നാടകക്കാരെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. സിനിമാക്കാരെന്ന് പറഞ്ഞാലല്ലേ നമുക്ക് ഭയങ്കര വിലയുണ്ടാവുള്ളൂ. നാടകക്കാരെന്ന് പറഞ്ഞാൽ ഒരു വിലയില്ലാത്ത ആൾക്കാരാണ്. കുടുംബത്തിനും വേണ്ടാത്തവർ, നാടിനും വേണ്ടാത്തവർ, ഇങ്ങനെയൊക്കെ കണക്കാക്കുന്നതാണ്. ഈ തല്ലിപ്പൊളി മനുഷ്യർ വരികയും ചർച്ച ചെയ്യുകയും കലയെക്കുറിച്ചും സൗന്ദര്യബോധത്തെക്കുറിച്ചും തമ്മിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ട് പഠിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ മറ്റുള്ളവർ തള്ളിക്കളയുന്ന മനുഷ്യർ ഭയങ്കര ബഹുമാനമാണ്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ വലിയ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസർമാർ തന്നിട്ടുള്ള വലിയ പഠനമൊന്നുമല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയില്ലേ, സിനിമയ്ക്ക് നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ അത്ര മോശപ്പെട്ട വഴിയൊന്നുമല്ലല്ലോ നമ്മുടെ വഴി. അപ്പോൾ അത് അംഗീകരിക്കില്ല എന്ന് മാത്രം. ഈ കാരണം എല്ലാവരും നിങ്ങൾ ഏത് തൊഴിലെടുത്തോ അത് പണം കിട്ടുന്നൊരു പണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അത് മാന്യമാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിര് മാറും, ഇതൊക്കെ മാഞ്ഞു പോവും, ജാതിമായും എല്ലാം മായും. ഇതൊക്കെ നമുക്ക് പണം കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സമ്പാദിക്കപ്പെടുന്ന ഒരാൾ ആരാണോ അവരാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റാവുന്ന ഒരു ബിംബം ഉണ്ടാക്കി വെക്കുന്ന ആരാണോ എന്നുള്ളതൊന്നുമല്ല. ആരാണ് ഇവിടെ ഒരു വിതച്ച് പോയിട്ടുണ്ടാക്കുന്ന ഒരു കാമ്പ് വിതച്ച് പോയിട്ടുള്ള ആരാണെന്നുള്ളതാണ്. അവരിൽ നിന്നാണ് മറ്റൊക്കെ ക്രിയേറ്റ് വരുന്നുള്ളൂ. നമ്മളല്ലാതെ ഒരുപാട് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചവരൊന്നുമല്ല. നമ്മുടെ അവിടെ ഏതൊരു സ്ഥലത്തായാലും അതിൻ്റെ ഒരു ആർട്ടിലേക്ക്, അതിൻ്റെ മാറ്റത്തിലേക്കൊക്കെ പ്രവർത്തിച്ച ഏതെങ്കിലും ഒരുത്തനുണ്ടാവും. അവരിൽ നിന്നാണ് നമ്മൾക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് പഠിക്കാൻ പറ്റുമെന്നുള്ളതെന്ന് തോന്നുന്നത്. അല്ലാതെ ഈ വലിയ കെട്ടിടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഉള്ള കാര്യം പറയണം. വേറെ ആൾക്കാർക്ക് വേറെ അഭിപ്രായമാവാം.